ദേവി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വടക്കേമൂടാമ്പാടി ഇല്ലത്ത് ഡി ഹരികുമാർ ഭട്ടതിരി. ഞാനിന്ന് വിവരിക്കുന്ന വിഷയം മഹാത്രിപുരസുന്ദരിയെയും ലളിതാ സഹസ്രനാമത്തെയും കുറിച്ചാണ്. മഹാത്രിപുരസുന്ദരി ആരാണ്? സഹസ്രനാമം എപ്പോഴൊക്കെ ജപിക്കാം? ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, മന്ത്രത്തിൻ്റെ ഫലശ്രുതി എന്നിവയാണ് ഞാൻ വിവരിക്കുന്നത്. ദശമഹാവിദ്യയിൽ പെടുന്ന ദേവതയാണ് മഹാത്രിപുരസുന്ദരി. ലളിത, കാമേശ്വരി, ശ്രീവിദ്യ, രാജരാജേശ്വരി എന്നീ പേരുകളിൽ ദേവിയെ അറിയപ്പെടുന്നു. 14 ലോകങ്ങളുടെയും ഉപരിയായ മണിദ്വീപിൽ ദേവി വസിക്കുന്നു. ത്രിപുരസുന്ദരി അതീവ സുന്ദരി തന്നെയാണ്. ദേവിയുടെ ആയുധങ്ങൾ പാശം, അങ്കുശം, അമ്പ്, വില്ല് എന്നിവയാണ്. ത്രിപുരസുന്ദരി തൻ്റെ വലതുകാൽ ശ്രീചക്രത്തിൽ അമർത്തി സിംഹാസനാരൂഢയായിരിക്കുന്നു. ദേവിയുടെ പാർശ്വങ്ങളിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ, ഗണപതി എന്നിവരാണ്. ദേവിക്ക് വെഞ്ചാമരം വീശാൻ ലക്ഷ്മിയും സരസ്വതിയുമുണ്ട്. മണിദ്വീപിൽ കാമേശ്വരൻ എന്ന ശിവൻ്റെ മടിത്തട്ടിലാണ് ദേവി ഇരിക്കുന്നത്. ധ്യാനം. സിന്ധൂരാരുണവിഗ്രഹാം തൃണയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖി മാവീനവക്ഷോരുഹാം ഫാണിഭ്യാമളിപൂർണരത്നശർഷകം രക്തോത്പലം ബിഭ്രതി സൗമ്യം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനം പത്മപത്രായതാക്ഷി ഹേമാംബാം പീതവസ്ത്രം കരകലിതലസത് ഹേമപത്മാം വരാംഗി സർവാലങ്കാരയുതാം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീ. ലളിതാ സഹസ്രനാമം, ദേവിയുടെ മൂലമന്ത്രം, ഗായത്രി എന്നിവ നിത്യം ജപിക്കുന്നത് ഐശ്വര്യം, കീർത്തി, ദുരന്തങ്ങളിൽ നിന്നുള്ള രക്ഷ എന്നിവ നമുക്ക് നൽകുന്നു. സഹസ്രനാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ലളിതാ സഹസ്രനാമമാകുന്നു. ലളിതാ സഹസ്രനാമം ദേവിയുടെ 1000 നാമം ഉൾക്കൊള്ളുന്നതാണ്. ലളിതാ സഹസ്രനാമത്തിൽ മറ്റ് സഹസ്രനാമങ്ങളെപ്പോലെ ഒരു നാമം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്നില്ല. ലളിതാ സഹസ്രനാമം ഒരു തവണ ജപിച്ചാൽ 10 അശ്വമേധയാഗം നടത്തുന്നതിന് തുല്യമാണ്. ലളിതാ സഹസ്രനാമം പതിവായി ജപിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ദേവി നമ്മളെ കാത്തുകൊള്ളും. ലളിതാ സഹസ്രനാമം മൂലം. ഓം ഐം ക്ലീം സൗം ത്രിപുരസുന്ദരിയേ നമഃ. ഇത് 108 തവണ എല്ലാ ദിവസവും ജപിക്കണം. കലിയുഗത്തിൽ ലളിതാ സഹസ്രനാമ ജപം നല്ല ഫലങ്ങൾ നൽകുന്നു. നിത്യം ജപിച്ചാൽ തീർത്ഥസ്നാനം, ദാനങ്ങൾ എന്നിവയുടെ ഗുണം ലഭിക്കുന്നു. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് സമ്പൽ സമൃദ്ധി, ലക്ഷ്മി കടാക്ഷം, സരസ്വതി കടാക്ഷം, രോഗശാന്തി, ദീർഘ ആയുസ്, ഗ്രഹദോഷശാന്തി, ഭൂതപ്രേത പിശാച് ബാധാശാന്തി എന്നിവ നൽകി അനുഗ്രഹിക്കുന്നു. 1000 വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമങ്ങൾക്ക് തുല്യമാണ് ഒരു ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമം ദിനവും ചൊല്ലുന്നത് ദാരിദ്ര്യം, രോഗം, അകാല മൃത്യു എന്നിവ മാറ്റി സർവ്വ ഐശ്വര്യങ്ങളും നൽകും. ലളിതാ സഹസ്രനാമ ഏത് സമയം ജപിക്കാവുന്നതാണ്. ദേവീ പാദങ്ങളിൽ മനസ്സ് അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാത്രം. ദേഹശുദ്ധിക്ക് ശേഷം വിളക്ക് തെളിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കാം. തിരക്കുള്ളവർക്ക് സഞ്ചരിക്കുമ്പോഴും ജപിക്കാവുന്നതാണ്. ലളിതാ സഹസ്രനാമം ദിവസവും ജപിക്കാം. അതിന് കഴിയില്ലെങ്കിൽ വെള്ളിയാഴ്ച, ജന്മനക്ഷത്ര ദിവസം, പൗർണമി, നവമി, ഗ്രഹണങ്ങൾ എന്നീ ദിവസങ്ങളിൽ ഭക്തിയോടെ പാരായണം ചെയ്യാം. എല്ലാ ഗ്രഹദോഷവും മാറുന്നതിനും ലളിതാ സഹസ്രനാമ ജപം ഉത്തമം. ചന്ദ്രദശാകാലത്ത് പൗർണമി ദിവസവും, ശുക്രദശാകാലത്ത് വെള്ളിയാഴ്ചയും, ചൊവ്വാദശാകാലത്ത് ചൊവ്വാഴ്ചയും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമം.
ഗംഗ, കാളി, ശ്യാമള, ലളിത, ഗായത്രി, ബാല, ലക്ഷ്മി, രാജരാജേശ്വരി, സരസ്വതി, ഭവാനി എന്നീ ലളിതാ സഹസ്രനാമത്തിലെ ദശനാമങ്ങൾ ഭക്തിപൂർവ്വം ജപിച്ചാൽ തന്നെ ജീവിത വിജയം ലഭിക്കും. ലളിതാ സഹസ്രനാമ പാരായണം സർവാത്മന ലാഭം, അഷ്ടൈശ്വര്യതം, മനഃശുദ്ധി, ശത്രുസംഹാരം, ദുഷ്ടഗ്രഹ നിവാരണം, ആഭിചാര ദോഷം മാറ്റുക, മനോധൈര്യം, പിതൃപ്രീതി ഇവ നമുക്ക് ലഭിക്കുന്നു. ധനം, കീർത്തി, വിദ്യ, സൗന്ദര്യം, വ്യവഹാര വിജയം, കച്ചവട വിജയം, വിദ്യാഭ്യാസ വിജയം ഇവ ലളിതാ സഹസ്രനാമ പാരായണം കൊണ്ട് ലഭിക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. ദേവിയെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. സർവ്വ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കാൻ കഴിയും.